ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ലേ? അപ്പോൾ ഇന്നലെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ വൈകിപ്പോയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്താണ് വീഡിയോ ഇടാത്തത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഡെയിലി വീഡിയോ ഇട് ചേച്ചി, എന്താ വീഡിയോ ഇടാത്തത്, ഡെയിലി വീഡിയോസ് ഇടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും റെക്കമെൻഡേഷൻ ചെയ്തിട്ട് എപ്പോഴും മെസ്സേജൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്കും ഇന്നത്തെ വിശേഷത്തിലേക്കൊക്കെ സ്വാഗതം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ചായയും കടിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയായിരുന്നു. ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അമ്മ ഏതാ കുളിച്ച് പുറപ്പെട്ട് പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എന്തായാലും ചായയും കടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വേഗം കഞ്ഞിക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു ചായപ്പൊടി കേട്ടോ. ആ ചായപ്പൊടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അപ്പം ഇനി നമ്മൾ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മാവേലിയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ കുറച്ച് കടലയും പയറും ചായപ്പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കുറച്ചായാലും ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അത് കഴിയാതെ കൊട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് കെട്ടിപ്പത്തിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഫുള്ള് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇടുക എന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പം അങ്ങനെ ചായപ്പൊടിയൊക്കെ കൊട്ടിവയ്ക്കുക. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായി അമ്മ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചെറുപയറും എടുത്ത് വെള്ളത്തിലിട്ടു. വെള്ളത്തിലിടാനും വൈകിപ്പോയിട്ടോ. പിന്നെ ഇന്ന് കൂന്തൾ മീൻ, ഉണക്ക കൂന്തൾ മീൻ ചെറിയ പുളിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കറിയൊക്കെ വെക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ മാറ്റി വെക്കട്ടോ. ഈ സമയം കൊണ്ട് അമ്മ പോയിട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് രാവിലെ ഞങ്ങളുടെ റിലേഷനിലുള്ളൊരു ചെറിയമ്മയൊക്കെ ആയിട്ട് വരും. ചെറിയമ്മയുടെ മകൻ്റെ ഭാര്യയുടെ അമ്മയായിട്ട് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഒരു മരണ വാർത്ത വന്നു. അങ്ങനെ അമ്മ പിന്നെ പണിക്കൊന്നും പോയില്ല, പെട്ടെന്ന് അങ്ങനെ പുറപ്പെട്ട് വേഗം പോയിട്ടോ, തുണിയൊക്കെ മാറ്റിയിട്ട്. ഇങ്ങനെ നമ്മൾ പണിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മാക്സിയും എല്ലാം ഇട്ടിട്ട് അങ്ങനെ പോകാൻ വേണ്ടി പെട്ടെന്ന് റെഡിയായി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് വിളി വന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്, മനുഷ്യന്മാരുടെ കാര്യമല്ലേ. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയൊക്കെ എത്ര തന്നെ ഉള്ളൂ. ഇന്ന് കണ്ട ആളെ നമ്മൾ പിന്നെ നാളെ കാണുന്നില്ല. അപ്പം എന്തായാലും അവസാനമായിട്ടൊന്ന് കാണാനല്ലേ. അപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ല. നമ്മളത് ആരാണെങ്കിലും കേട്ടോ, നമ്മുടെ അറിവിൽ അടുത്ത് എവിടെയാണെങ്കിലും ശരി കേട്ടോ, അമ്മ പോവും. നമ്മളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാനും ആണെങ്കിലും കേട്ടോ. ഞങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ മോളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പോയി. ഇനിയിപ്പോൾ എന്തായാലും ഇനി രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയി പറഞ്ഞിട്ട് അമ്മ ഗോതമ്പ് ദോശ കഴിച്ചു. എന്നാലും ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയല്ലേ. പിന്നെ വയ്യാത്ത ആളും അല്ലേ, ഷുഗറും പ്രഷറും എല്ലാം ഉള്ള ആളും അല്ലേ. അപ്പോൾ പോയി ഇരുന്ന് അങ്ങനെ ഇനി വരുമ്പോഴത്തേന് എന്തായാലും ക്ഷീണിക്കും, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി പോയി വരുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും 2-3-4 ദിവസമായിട്ടോ ഉണ്ടാക്കി വെച്ചിട്ട്. ഇതിങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടേ 2 തലേ ദിവസം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വീണ്ടും പറിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചോറൊക്കെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടോ. അതിനിടയിൽ കുട്ടിക്കും തന്നെ ഒരു ജലദോഷവും പിന്നെ അതേപോലെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്കും വയ്യ കേട്ടോ. അവളും പിന്നെ ഇങ്ങനെ ഓരോന്നിനും പിടിവാശി കാരണേ. അപ്പം അങ്ങനെ അവൾക്ക് കുറച്ച് കഞ്ഞിയൊക്കെ ഞാൻ വാർത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് കുറച്ച് കഞ്ഞി എന്തായാലും ഒരു പാത്രത്തിലൊക്കെ ആക്കി ചൂടാറ്റി അവൾക്ക് കൊടുത്തു കിട്ടും. അല്ലെങ്കിൽ അവൾ ഒരു പണിക്ക് സമ്മതിക്കില്ല. അവൾക്ക് ഈ ജലദോഷം കൂടി കാരണം വെറുതെ നമ്മുടെ ഡ്രസ്സിൽ വന്ന് തൂങ്ങി പിടിച്ച് വാശി പിടിച്ച് ഇങ്ങനെ ഓരോന്നിനും വാശി പിടിച്ചോണ്ടേ ഇരിക്കുക. അങ്ങനെ അവളെയൊക്കെ ഒരു പാട്ടിലും ചുട്ടിലൊക്കെ ആക്കിയിട്ട് അതാ ടിവിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ശബ്ദമില്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നുറുക്കി എല്ലാം വെച്ച് മാന്തള മീനൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട് ഒരു തക്കാളി നുറുക്കി വെച്ച് കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് എല്ലാം ഒരുക്കി വെച്ചപ്പോഴത്തേനും എന്നാൽ തീ പിടിപ്പിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് തീ പിടിപ്പിച്ചു കേട്ടോ. തീ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾ വാശി പിടിക്കാൻ തുടങ്ങി. അവൾക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് മേല് കുളിപ്പിച്ചു കേട്ടോ. എത്ര ജലദോഷമാണെങ്കിലും പനിയാണെങ്കിലും ഒന്ന് മേല് കുളിപ്പിച്ച കുട്ടികൾക്ക് സുഖമായിട്ട് ഉറങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പം നല്ലൊരു ആവി ഉണ്ട്. പിന്നെ ഒന്നാമത് നമുക്ക് ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം ഞാൻ എന്തായാലും വെള്ളം ചൂടുവെള്ളത്തിൽ അവളെ ഒന്ന് മേലൊക്കെ കുളിപ്പിച്ചിട്ടാണ് കഞ്ഞിയൊക്കെ കൊടുത്തത് കേട്ടോ ഇതിനിടയിൽ. അപ്പം അങ്ങനെ അവളെ ഉറക്കാൻ പോയി. അവൾ വാശി പിടിച്ച് ഇരുന്നപ്പോൾ അവളെ ഉറക്കാൻ പോയി, ഉറക്കി കിടത്തി. എന്നിട്ട് ആദ്യം ഞാൻ തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം അടുപ്പിലെ തീ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2ാമത് വന്ന് തീ പിടിപ്പിക്കുക ചെയ്തത്. അതിന് ശേഷം ഇവള് വാശി പിടിച്ചിട്ട് ഞാൻ പിന്നെ ഇവളെ കടത്തി ഉറക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേന് വീണ്ടും കെട്ടു. പിന്നെ 3ാമത്തെ പ്രാവശ്യം വന്ന് തീ പിടിപ്പിച്ചിട്ടാണ് കേട്ടോ
ഗ്യാസിൽ വെച്ചാൽ മതി എനിക്ക്. പക്ഷെ ഞാൻ ഗ്യാസിലൊന്നും വെക്കാൻ നിന്നില്ല. തീരെ നല്ല കനലുണ്ടായിരുന്നു കേട്ടോ. വിറകിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ തീയൊക്കെ പിടിപ്പിച്ചു. അങ്ങനെ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചു. ഉള്ളിയും പച്ചമുളകൊക്കെ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷം. എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുക. നിങ്ങളെ ഓരോരുത്തരും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു ശാന്തതയും സമാധാനമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കറിയപ്പോൾ നമ്മുടെ ഈ വീഡിയോസിലൊക്കെ എല്ലാവരും പറയും അനുവിൻ്റെ ഫേസിൽ നല്ല ഹാപ്പിയാണല്ലോ, എന്താ നല്ല സന്തോഷമാണല്ലോ. നമുക്ക് എന്താ പറയുക, നമുക്ക് എന്നും വലിയ കുശാലൊന്നും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടെങ്കിൽ തന്നെ മനസ്സിന് എല്ലാവരും പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പറയുക, മനസ്സിന് കുറച്ച് ശാന്തി സമാധാനം ഉണ്ടെങ്കിൽ അതന്നെ ഏറ്റവും വലിയ കാര്യമാണ് എന്നൊക്കെ പറയില്ലേ. പിന്നെ 100% എന്തായാലും നമുക്ക് നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും. അതൊന്നും നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണ തന്നെ അല്ല കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം തൂമിച്ചെടുത്ത് തക്കാളിയൊക്കെ വാട്ടി നമ്മുടെ ഉണക്കൽ മീൻ കറിയൊക്കെ ആയിട്ടോ. ഇനി എന്തായാലും ഉപ്പേരിയൊക്കെ വെക്കണം. ഉപ്പേരി വെക്കാനൊന്നും ഒഴിവില്ല കേട്ടോ. എനിക്ക് വിശന്നിട്ട് വയ്യ. കാരണം അവളെ കിടത്തി ഉറക്കിയപ്പോഴത്തേന് തന്നെ 12:30 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അങ്ങനെ അവൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീക്കുക, പിന്നെ ഉറങ്ങുക, പിന്നെ എണീക്കുക, അങ്ങനെ ഓരോ ബഹളമൊക്കെ ആയിട്ട് ഞാൻ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇതാട്ടോ അവൾ എൻ്റെ അടുത്തുണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കട്ടോ ഓരോന്ന് അമ്മ അച്ഛാന്നൊക്കെ വിളിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ ചോറൊക്കെ ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങണ്ടേ. അങ്ങനെ കുഞ്ഞാറ്റ എണീച്ചതിന് ശേഷം അതാ അവളൊന്ന് വീണ്ടും ഒന്ന് മേലൊക്കെ തുടച്ച് കഞ്ഞി കൊടുത്തു കേട്ടോ. അപ്പം കഞ്ഞി കൊടുത്തപ്പോൾ ആള് ദേഹത്ത് കൂടെ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ദേഹത്ത് കൂടെ ആക്കിയതിന് ശേഷം അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മേല് കുളിപ്പിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് മേലൊക്കെ കുളിപ്പിച്ച് വീണ്ടും രണ്ടാമത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ചോറൊക്കെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അവളൊരു ഡാൻസൊക്കെ ഉണ്ട്, കണ്ടോളൂ കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പം അങ്ങനെ അവളിതാ കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കാൻ വരുമ്പോൾ വന്നിരിക്കുക കേട്ടോ. മേല് കുളിപ്പിച്ച് ഞാൻ അങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞു. അങ്ങനെ നീ അവൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം. ഇനിയിപ്പോൾ എന്തായാലും അമ്മ വരുമ്പോഴേക്കും എന്തായാലും ഒന്ന് തോരൻ വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെറുപയർ എന്തായാലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ അത് ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോസ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മുടെ വീഡിയോസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടോ. എനിക്കും തോന്നിക്കും ചെറിയൊരു ആക്സിഡൻറ്റ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ വീട്ടിൽ തന്നെ, പുറത്ത് പോയിട്ടൊന്നുമല്ല കേട്ടോ. നല്ല മഴ വരുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ, ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവിടെയും കൂട്ടിയിട്ടാണ് ഞാൻ തുണികളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പുറകു വശത്തേക്ക് പോയത് കേട്ടോ വീടിൻ്റെ. അങ്ങനെ TV ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. TV ഇട്ട് വെച്ചതല്ലേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോകുമ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ തുണിയൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേന് തന്നെ നല്ല കാറ്റും മഴ ഇടിയൊക്കെ വന്നു കേട്ടോ. പെട്ടെന്ന് എന്നാൽ TV നിർത്തി വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓടി വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും അവളെടുത്തതും അവൾ ബലം പിടിച്ചു കേട്ടോ. അവളെ ബലം പിടിച്ച് പുറകേക്കും കൂടെ ആഞ്ഞതും ഞാൻ അങ്ങനെ സ്ലിപ്പായി. ഞാൻ ചുമരുമേ തട്ടിയിട്ട് അങ്ങനെ വീണു കേട്ടോ. തലയൊന്നും എവിടെ ഇടിച്ചില്ല കേട്ടോ. എൻ്റെ കൈയിൻ്റെ അതായത് ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ കുത്തിയിട്ടും അതേപോലെ മുട്ടിൻ്റെ താഴെയൊക്കെ കല്ല് കുത്തിയിട്ടൊക്കെ എനിക്ക് ചതവും അതേപോലെ തന്നെ കൈയിൻ്റെ താഴെയൊക്കെ കല്ലിടിച്ചിട്ടൊക്കെ മുഴക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്തോ ഭാഗത്തിന് തോന്നി ബേബിക്ക് ഒന്നും പറ്റിയില്ല കേട്ടോ. അവളെ ഞാൻ ഇടത്തെ ഒക്കത്ത് ഇങ്ങനെ എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വലത് സൈഡ് ചേർത്താണ് കേട്ടോ വീണത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ കുട്ടിക്ക് വേണ്ട സങ്കടം വന്നിട്ട്, എന്നിട്ട് കുട്ടി ഞാൻ വീണത് അവൾ ഒരേ ബഹളവും കരച്ചലും കേട്ടോ, പേടിച്ചിട്ടേ അങ്ങനെ ഉണ്ടായി എന്ന് പറയാം കേട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും വയ്യാതായി. പിറ്റേ ദിവസം എനിക്ക് ഒന്നിനും വയ്യായിരുന്നു കേട്ടോ. എണീക്കാൻ തന്നെ വയ്യ. അങ്ങനെ ഒരു സംഭവം കേട്ടോ അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ആരും ഇല്ലതാനും അമ്മയുണ്ടായിരുന്നില്ല. അമ്മ പണിക്കും പോയിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റാതിരുന്നത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഇടാനൊന്നും പറ്റിയില്ല. അങ്ങനെ അതെല്ലാം ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസത്തിന് എനിക്ക് ഭയങ്കര ക്ഷീണവും മേലും കൈയും വേദനയും അങ്ങനെ ആകെ കേട്ടോ. ഒന്നിനും വയ്യാത്ത ഒരവസ്ഥയിൽ കിടക്കന്നെയായിരുന്നു കേട്ടോ. കുട്ടിക്കും വയ്യ. അങ്ങനെ ആകെ ഓരോരോ ഇതുകൾ പറഞ്ഞിട്ട് ഓരോന്ന് അങ്ങനെ. അപ്പം അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ നന്നാക്കിയിട്ട് ഞാനെന്തായാലും അവിടെ നാരങ്ങയുടെ ചോട്ടിൽ കൊണ്ടുപോയിടാൻ പോവുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ അധികം സ്ഥലമൊന്നുമില്ലല്ലോ. ആ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല. നമ്മൾ പിന്നെ കുറച്ച് ആ ഭാഗത്ത് അവിടെ കൊണ്ടുപോയിട്ടൊക്കെ ഇടാറ് കേട്ടോ. അപ്പം അങ്ങനെ അതിനൊക്കെ വളാവും ചെയ്യല്ലോ. കറിവേപ്പിൻ്റെ ഇല ഉണ്ട്, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ചോട്ട് കൊണ്ടുപോയിടുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് നല്ല വെയിലും കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ഇനി ആറി വരുമ്പോഴത്തേന് എന്തായാലും കുറച്ച് സമയമാവും. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ പണി ആൾക്കാർക്ക്. തൊഴിലുറപ്പിൻ്റെ പണി നമ്മുടെ ഈ തോട്ടിലാണ് കേട്ടോ പണി. പാവ അമ്മയ്ക്ക് അടുത്താണ് കേട്ടോ പണിയൊക്കെ കിട്ടിയത്. അപ്പോഴത്തേനും ഇങ്ങനെ ഓരോ
കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അമ്മ വന്നിട്ടില്ല കേട്ടോ, മരണ വീട്ടിൽ പോയിട്ട് വന്നിട്ടില്ലേ, ഇനി വരാൻ ചിലപ്പോൾ വൈകുമായിരിക്കും. അപ്പം അങ്ങനെ അതാ ഞാനെല്ലാം നുറുക്കി ഇനി എണ്ണ തേക്കുക കേട്ടോ കയ്യിൽ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, ഇതിൻ്റെ കറയെല്ലാം നമ്മുടെ കയ്യിൽ പിടിക്കും. കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണയും തേച്ചിട്ട് ഞാൻ എന്തായാലും അതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആളവിടെ കളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പിടിവാശിയും പിടിച്ചും കൊണ്ട് ഓടി വരുന്നത്. അങ്ങനെ അതെല്ലാം കൊത്തിയരിയലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും അമ്മ വന്നു കേട്ടോ. അമ്മ വന്നിട്ട് കുളിക്കാനൊക്കെ പോയേ. കുളിക്കാൻ പോയി. ഞാനപ്പോഴത്തേനും എന്ത് ചെയ്തു എന്നറിയോ, പയറുണ്ടായിരുന്നു, കഴുകി വേഗം ഗ്യാസിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കുറച്ച് കട്ടൻ ചായ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കട്ടൻ ചായ വെച്ചു. അമ്മയ്ക്ക് ഇങ്ങനെ വെറും വയറ്റോടെ അങ്ങനെയല്ല, ഇങ്ങനെ ചൂടുമല്ലേ, അങ്ങനെ പോയി നിന്നിട്ടൊക്കെ വയറിന് എന്തോ ചെറിയ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മ കുറച്ച് കട്ടൻ ചായ വെക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ കട്ടൻ ചായയൊക്കെ വെച്ചു. അമ്മ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് കേട്ടോ. അപ്പം അമ്മ എന്തായാലും കട്ടൻ ചായയിൽ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കുടിച്ച് നോക്കട്ടെ, എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ അമ്മ ചോറൊക്കെ കഴിച്ചിട്ടാ. അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവക്ക് മീമി വേണം പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുകയായിരുന്നു കേട്ടോ. ഉണക്കല മീനാണല്ലോ കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീമി കണ്ടിട്ട് മീമി വേണം പറഞ്ഞിട്ട് അമ്മയുടെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടും വാശി പിടിക്കുകയായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് അവക്ക് മീനിൻ്റെ ഇതൊക്കെ തൊണ്ടൊക്കെ എടുത്തു കൊടുത്ത് അത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതും പ്ലേറ്റിലും വെച്ചുകൊണ്ട് കാരി കഴിക്കുക. അപ്പോൾ ഞാൻ ചെറുപയറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചെറുപയറിന് കുറച്ച് വാർത്ത് വെച്ചത് ഞാനെടുത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് കുറച്ചെടുത്തിട്ട് ഞാൻ അമ്മയ്ക്ക് വെച്ച കട്ടൻ ചായന്ന് കുറച്ച് കട്ടൻ ചായ ഉണ്ടായിരുന്നു. ആ കട്ടൻ ചായ ഞാനെടുത്തിട്ട് അതും കൂടിയും കൂട്ടിയിട്ട് പയറും അതും കൂടിയും കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ. അപ്പോഴത്തേനെ സമയം 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസൊക്കെ, കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ മാത്രമേ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ ചോറൂണും കഴിഞ്ഞു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. ഞാനെന്തായാലും ഇനി അമ്മ തോരനൊന്നും കൂട്ടാനൊന്നും നിന്നില്ല കേട്ടോ, പാവം. അച്ചാറുണ്ടായിരുന്നു, അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാനും തന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയൊക്കെ ഞാൻ ഗ്യാസ് തന്നെ വെച്ചത്. അപ്പോൾ അമ്മ ഉപ്പേരിയൊക്കെ ആയപ്പോൾ അതിന് ശേഷം വെറുതെ ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ ചെറുപയറിട്ടിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അമ്മ ഇന്ന് കുറച്ചെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കൊണ്ട് ഉണ്ട് കഴുകി വെക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.